ഒരു ദൈവം തന്ന പോവേ കണ്ണിൽ തേടൽ ഇന്ന തായേ വാഴ്വ് തുടങ്ങുമിടം നീതാനേ. ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അത് ജാനൂട്ടിയുടെ ഒരു ഹാഫ് ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ 6 മാസമായി ജാനൂട്ടിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ്ങും ആഘോഷമൊക്കെ ചെയ്യാമെന്ന് ഇങ്ങനെ ഓർത്തു. അപ്പോൾ അതിനുള്ളപ്പം സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വന്നതാണ്. പിന്നെ ഉടുപ്പും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നത് ജസ്റ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബലൂൺസും അങ്ങനെ പോംപോമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം റെഡിയാക്കണം, ഊതണം, സെറ്റപ്പൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നാണെങ്കിൽ മഴയുണ്ട്. ജാനൂട്ടീൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷം ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ മഴ പതിവാണ്. ജാനൂട്ടി ജനിച്ചപ്പോൾ തന്നെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴും നോക്കിക്കഴിയുമ്പോൾ നല്ല ഒരു മഴയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടില്ല, എന്നാലും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളത് ബലൂൺസൊക്കെ ഏട്ടനാണ് ഊതിയിട്ടുണ്ടായിരുന്നത്. അത് ഒത്തിരി ഉണ്ടായിരുന്നു. ഉച്ചയൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുക്കങ്ങളൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ്. ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയൂണാണ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അതിൽ ഭയങ്കര സിമ്പിളാണ്. അയ്യോ, വാഴയ്ക്ക വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ടിൻ്റെ കറിയുണ്ട്. ഇത് ചോറിൽ മിക്സ് ചെയ്ത് കഴിക്കാനാണ്. ഇത് നമ്മുടെ കിച്ചടിയാണ്. കിച്ചടീനെ ഞാനൊന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊരു ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. വിക്കി കുട്ടൻ ഫ്രിഡ്ജിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കണ അറിയില്ല. വിക്കിക്ക് ഫുഡ് വേണോ വിക്കി? അപ്പം നമ്മളിത് കഴിച്ചിട്ട് ഇനി ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. ഏട്ടൻ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കാം. വിക്കിക്ക് അമൃതം പൊടി വേണോ? കുറച്ച് കൊട്ടോ ആദ്യം. വിക്കിക്ക് അമൃതം പൊടി ഇഷ്ടമാണ്. ഇതെന്ത് പൊടിയെന്ന് മനസ്സിലായോ? എന്ത് പൊടി? അപ്പം അമൃതം പൊടി. എടാ അപ്പൻ പൊടിയിലൂടെ അമൃതം പൊടി. അമൃതം അമൃതം പൊടി. ഞാനിപ്പോ കഴിച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിക്കി തന്നെ അമൃതം പൊടിനെ ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കാൻ പോകണം അല്ലേ വിക്കി? അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം മാറ്റണം. ഇവിടെ ഷീറ്റൊക്കെ മാറ്റി വെറുതെ ഒരു കുഞ്ഞ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. ഏട്ടൻ കേക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. 2 കേക്കാട്ടോ. ഇത് ഹാഫ് കേക്ക് ആയതുകൊണ്ട് ഇതൊരു ഹാഫ് കേക്ക്. ഹാപ്പി ഹാഫ് ബർത്ത്ഡേ അരുവി. അയ്യോ, ഇത് നല്ലതായിരുന്നു. ബട്ട് രണ്ടും വയ്ക്കാം. നമ്മൾക്ക് കേക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു കേക്കാണ് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഹാഫ് കേക്കാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാഫ് കേക്ക് ഓർഡർ ചെയ്താലും അവർ ആ സിംഗിൾ കേക്കിൻ്റെ ഓർഡറാണ് എടുക്കുക. എന്നിട്ട് സിംഗിൾ കേക്ക് എടുക്കുമ്പോൾ എന്തായാലും അതിന് പകുതിയാക്കുമ്പോൾ 2 എണ്ണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ 2 എണ്ണം കിട്ടിയതാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലേ 2 എണ്ണം കിട്ടുമെന്ന്. അപ്പോൾ 2 എണ്ണത്തിലും ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. മെയിനായിട്ട് ഒരെണ്ണത്തിലാണ് നമ്മൾക്ക് എങ്ങനെ ഡിസൈൻ വേണമെന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ ഇതിനെ മേക്ക് ഓവർ ചെയ്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയതാണ്. കാരണം നേരത്തെ കണ്ടല്ലോ, വാങ്ങിയപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ബട്ടർഫ്ലൈ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞു ബീഡ്സൊക്കെ വാങ്ങിയത് ഷുഗറിൻ്റെ ബോൾസാണ്. അതൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് മാക്സിമം കൊളാക്കാൻ പറ്റുന്ന അത്രയൊക്കെ കൊളാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഭയങ്കര പ്ലെയിനായിട്ട് ഇരിക്കുന്ന പോലെ തോന്നിയപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതേ ഉള്ളൂ. ബട്ടർഫ്ലൈ എന്തായാലും വെക്കണമെന്ന് ഞാൻ ഓർത്തതായിരുന്നു. പിന്നെ ഇവരുടെ ഡെക്കറേഷൻ എങ്ങനെയായിരിക്കും അറിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ കേക്കിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയൊക്കെയാണ് വന്നത്. ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പം ആ റോസിൽ ഞാൻ ഇങ്ങനെ പേർപ്പിൾ സെൻറ്ററിൽ വെച്ചതായിരുന്നു. അത് പക്ഷേ കുറേ എണ്ണം എൻ്റെ കയ്യിൽ നിന്ന് വീണുപോയി. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ആയതാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഫൈനൽ ലുക്ക് എന്തായാലും നന്നായിട്ടുണ്ട്.
പിന്നെ ദേ പിങ്കിലും ഒരു കുഞ്ഞു ബട്ടർഫ്ലൈ വെറുതെ വെച്ചതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഹാഫ് ബർത്ത്ഡേയുടെ പിങ്ക് കളറിലായിരുന്നു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വന്നത് പിങ്കല്ല, ഒരു റോസ് ഗോൾഡിൻ്റെ കളറായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗോൾഡൻ ആണ് വന്നത്. എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം അതൊക്കെ വെക്കുകയാണ്. അതേ പിന്നെ പോംപോമൊക്കെ ചെറുതായിട്ടൊക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ റൂമിലാണ് ഡെക്കറേറ്റ് ചെയ്യണത്, അവിടെ പോവാം. നമ്മളിപ്പോൾ ദേ ഇവിടെ ഇത്തിരി ഹാപ്പി ബർത്ത്ഡേൻ്റെ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ ബലൂൺസൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒട്ടിക്കണം. പിന്നെ ഈ പോംപോമൊക്കെ ഇങ്ങനെ തൂക്കിയിടാമെന്നാണ് വിചാരിക്കണത്. മേളിൽ നമ്മുടെ സീലിങ്ങിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് അങ്ങനെ തൂക്കിയിടാനാണ്. പിന്നെ ഈ കട്ടിലിൻ്റെ ഈ സൈഡിലായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. കാരണം ജാനൂട്ടിക്ക് അവിടെ കംഫർട്ടബിളായിട്ട് ഇരിക്കാമല്ലോ. താഴെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് എടുത്ത് വെക്കാനും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് ദേ കട്ടിലിൽ ഇങ്ങനെ ആക്കി. അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ ഇത് കേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ സെൻറ്ററിൽ വെച്ചിരിക്കുന്ന ജാനൂട്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ജാനൂട്ടിൻ്റെ ഒരു മാറ്റ് വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഫൈനൽ ലുക്ക് കേക്കൊക്കെ വന്നിട്ടുണ്ട്. കേക്ക് രണ്ടും വെച്ചില്ല, ആദ്യം ഒരെണ്ണം വെച്ചത്, പിന്നെയാണ് രണ്ടും വെക്കാമെന്ന് വിചാരിച്ചിട്ട് 2 കേക്കും സൈഡിലും വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം പിന്നെ നമ്മൾ അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്. കേക്ക് പിന്നെ വിക്കിക്കുട്ടനാണ് കട്ട് ചെയ്യുന്നത്. ജാനൂട്ടി കട്ട് ചെയ്യാറൊന്നും ആയില്ലല്ലോ, അപ്പോൾ 6 മന്ത് ആയതേ ഉള്ളൂ. അതുകൊണ്ട് കേക്ക് കഴിക്കാനും പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ജാനൂട്ടി ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനൊന്നും അങ്ങനെ എന്താ പറയുന്നത് ഇൻട്രസ്റ്റ് വലുതായിട്ടൊന്നും കാണിച്ചില്ല. കാരണം ഫോട്ടോസാണല്ലോ നമ്മൾ ആദ്യം എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുത്ത് കഴിയുമ്പോഴേക്കും തന്നെ ആളിച്ചിരി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതോട് കൂടിയിട്ട് ഹാഫ് ബർത്ത്ഡേയും കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ. ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തേടൽ ഇന്നതായേ ഒരു ദൈവം